ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾ മീൻ ആൻഡ് പോപ്പുലേഷൻ മീൻ എന്നതാണ്. സാമ്പിൾ മീനും പോപ്പുലേഷൻ മീനും തമ്മിലുള്ള ഡിഫറൻസ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ടെസ്റ്റ് ചെയ്യുക. അതിന് ചില ടെസ്റ്റ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്നാണ് നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, സെറ്റ് അപ്പ് എ നൾ ഹൈപ്പോത്തീസിസ്. നൾ ഹൈപ്പോത്തീസിസ് സെറ്റപ്പ് ചെയ്യുക, വിച്ച് മീൻസ് ദർ ഈസ് നോ സിഗ്നിഫിക്കൻസ് ബിറ്റ്വീൻ സാമ്പിൾ മീൻ ആൻഡ് പോപ്പുലേഷൻ മീൻ. സെക്കൻഡ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഡിസൈഡ് ദ ടെസ്റ്റ് ക്രൈറ്റീരിയ. ടി ഓർ സെഡ് ടെസ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സാമ്പിൾ ലാർജ് ആണെങ്കിൽ സെഡ് ടെസ്റ്റും അതർവൈസ് നമുക്ക് ടി ടെസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. തേർഡ് പ്രൊസീജിയർ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദ ടെസ്റ്റ് സ്റ്റാറ്റിക്സ്. ടെസ്റ്റ് സ്റ്റാറ്റിക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. അതിനൊരു ഫോർമുല അപ്ലൈ ചെയ്യണം. സാമ്പിൾ മീൻ മൈനസ് മീൻ ഡിവൈഡഡ് ബൈ SC. SC മീൻസ് പോപ്പുലേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. അതിനൊരു ഇക്വേഷൻ ഉണ്ട്, റൂട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ N. അതുപോലെ തന്നെ ഈ തന്നിരിക്കുന്ന സാമ്പിളുടെ സൈസ് ലാർജ് ആണെങ്കിൽ ഇക്വേഷൻ എന്ന് പറയുന്നത് S ഡിവൈഡഡ് ബൈ റൂട്ട് N-ഉം, അതുപോലെ തന്നെ സാമ്പിളുടെ സൈസ് സ്മോൾ ആണെങ്കിൽ S ഡിവൈഡഡ് ബൈ റൂട്ട് N-1 ആയിരിക്കും. ഫോർത്ത് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഡിസൈഡ് ദ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഡിസൈഡ് ചെയ്യുക. അതുപോലെ തന്നെ ഡിഗ്രി ഓഫ് ഫ്രീഡവും ഡിസൈഡ് ചെയ്യുക. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് പറയുന്നത് 5% ഓർ 1% ആയിരിക്കും. അതിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് സാമ്പിൾ സൈസിന് N-1ഉം ലാർജ് സാമ്പിൾസിന് ഇൻഫിനിറ്റി ആയിരിക്കും. ഫിഫ്ത്ത് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഫൈൻഡ് ഔട്ട് ദ ടേബിൾ വാല്യൂ കണ്ടുപിടിക്കുക. ലാസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് മേക്ക് എ ഡിസിഷൻ എയ്തർ ടു അക്സെപ്റ്റ് ഓർ റിജക്ട് ദ നൾ ഹൈപ്പോത്തീസിസ്. അവസാനം നമ്മളൊരു ഡിസിഷൻ എടുക്കുക. ഒന്നില്ലെങ്കിൽ ഇത് അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് റിജക്റ്റ് ചെയ്യാം. ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ സെഡ് ഓർ ടി ടെസ്റ്റ് ചെയ്തിട്ട് നമുക്കൊരു ന്യൂമറിക്കൽ വാല്യൂ കിട്ടും. അപ്പോൾ ലെസ് ദാൻ ആ കിട്ടിയിരിക്കുന്ന ന്യൂമറിക്കൽ വാല്യൂ ലെസ് ദാൻ ടേബിൾ വാല്യൂ ആണെങ്കിൽ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം, അതർവൈസ് നമുക്കത് റിജക്റ്റ് ചെയ്യാം. നമുക്കിനി ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് നോക്കാം. പേജ് നമ്പർ 188 ഒരു പ്രോബ്ലമാണ്. എ കമ്പനി മാർക്കറ്റ് ബെസ്റ്റ് ടയേഴ്സ്. ദർ ലീവ്സ് ആർ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് വിത്ത് മീൻ ഓഫ് 18,000 കിലോമീറ്റേഴ്സ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 6,000 കിലോമീറ്റേഴ്സ്. ഒരു കമ്പനി മാർക്കറ്റ് ബെസ്റ്റ് ആണ് വിൽക്കുന്നത്, അവരുടെ പ്രൊഡക്റ്റ് അതാണ്. ദർ ലീവ്സ് ആർ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് മീൻ എന്ന് പറയുന്നത് 18,000 കിലോമീറ്റേഴ്സാണ്. അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 6,000 കിലോമീറ്റേഴ്സാണ്. എ ചേഞ്ച് ഇൻ പ്രൊഡക്ഷൻ പ്രോസസ് ഇസ് ബിലീവ് ടു റിസൾട്ട് ഇൻ ബെറ്റർ പ്രൊഡക്റ്റ്. പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ചേഞ്ച് വരുത്തുന്നത് മൂലം ബെറ്റർ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് റിസൾട്ട് കൊണ്ടുവരാൻ പറ്റുന്ന അവർ വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ ടെസ്റ്റ് സാമ്പിൾസ് ഓഫ് 64 ന്യൂ ടയേഴ്സ് ഹാസ് എ ലൈഫ് ഓഫ് 82,400 കിലോമീറ്റേഴ്സ്. അതുപോലെ പുതിയ ടെസ്റ്റ് സാമ്പിൾസിൻ്റെ 64 പുതിയ ടയേഴ്സ്, അതിൻ്റെ മീൻ ലൈഫ് എന്ന് പറയുന്നത് 82,400 കിലോമീറ്റേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യു ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദ ന്യൂ പ്രൊഡക്റ്റ് ഈസ് സിഗ്നിഫിക്കൻ്റ്ലി ബെറ്റർ ദാൻ ദ കറൻറ്റ് വൺ. അപ്പോൾ പുതിയ പ്രൊഡക്റ്റ് പഴയ പ്രൊഡക്റ്റിനേക്കാളും ബെറ്റർ ആണ് എന്നുള്ളൊരു കൺക്ലൂഷനിൽ നമുക്ക് എത്താൻ പറ്റുമോ ഇല്ലയോ എന്നാണ് നമ്മളിവിടെ നോക്കേണ്ടത്. നമുക്കിനി പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ടെസ്റ്റ് പ്രൊസീജിയറിൽ ഫസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നൾ ഹൈപ്പോത്തീസിസ് സെറ്റപ്പ് ചെയ്യുക. നൾ ഹൈപ്പോത്തീസിസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നൾ ഹൈപ്പോത്തീസിസ് മീൻ ദർ ഇസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾ മീൻ ആൻഡ് പോപ്പുലേഷൻ മീൻ. നമുക്കപ്പോൾ ക്വസ്റ്റ്യനിൽ മീൻ എത്രയും തന്നിട്ടുണ്ട്, 18,000. സെക്കൻഡ് പ്രൊസീജിയർ എന്താണ്, ഡിസൈഡ് ദ ടെസ്റ്റ് ക്രൈറ്റീരിയ. ടി ടെസ്റ്റോ സെഡ് ടെസ്റ്റോ ഏതെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സാമ്പിൾ സൈസ് ലാർജ് ആയതുകൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് സെഡ് ടെസ്റ്റ് ആണ്. തേർഡ് പ്രൊസീജിയർ എന്താണ്, ടെസ്റ്റ് സ്റ്റാറ്റിക് കാൽക്കുലേറ്റ് ചെയ്യുക. ടെസ്റ്റ് സ്റ്റാറ്റിക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താണ്, സെഡ് ഈക്വൽ ടു സാമ്പിൾ മീൻ മൈനസ് മീൻ ഡിവൈഡഡ് ബൈ SC. SCയുടെ ഇക്വേഷൻ എന്താണ്, SC മീൻസ് എന്താണ്, പോപ്പുലേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ SCയുടെ ഇക്വേഷൻ എന്താണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡ് ബൈ റൂട്ട് N ആണ്.
ഞാൻ എഴുതുന്നത് വലിയ വൃത്തിയൊന്നുമില്ല. ഡിവൈഡ് ബൈ n ആണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് തന്നിട്ടുണ്ട് 6000 ഡിവൈഡഡ് ബൈ റൂട്ട് n മീൻസ് സാമ്പിൾ സൈസാണ്. സാമ്പിൾ സൈസ് നമുക്ക് തന്നിട്ടുണ്ട് 64. അപ്പോൾ 6000 ഡിവൈഡ് ബൈ റൂട്ട് 64 പറയുമ്പോൾ എത്രയാണ് 8. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് 750 കിട്ടും. അതിനുശേഷം നമ്മളിപ്പോൾ കണ്ടുപിടിച്ച SC ആണ്. ഇനി നമുക്ക് ഫോർമുലയിലോട്ട് വരാം. Z ഈക്വൽ ടു സാമ്പിൾ മീൻ എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 82,400 മീൻ ലൈഫ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. 82,400 അത് സാമ്പിൾ മീനാണ്. അതിൻ്റെ പകുതി ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് 41,200 കിട്ടും. മൈനസ് മീൻ നമുക്ക് 18,000 തന്നിട്ടുണ്ട്. അതിൻ്റെ പകുതി ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് 14,000 കിട്ടും. ഡിവൈഡ് ബൈ SC നമുക്ക് 750 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 750 എഴുതുക. അപ്പോൾ നമുക്കിത് ചെയ്യുമ്പോൾ 1.6 കിട്ടും. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ നമ്മൾ എത്തിയിരിക്കുന്ന കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് 0.05% 0.5 ആയിരിക്കും. എന്ന് വെച്ചാൽ 5 ടെസ്റ്റ് പ്രൊസീജിയറിൽ 4th പ്രൊസീജിയർ ഡിസൈഡ് ദ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 5% 1% നോക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മളിവിടെ ഡിസൈഡ് ചെയ്തിരിക്കുന്ന ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് പറയുന്നത് 5% ആണ്. അതുപോലെ ടേബിൾ വാല്യൂ ഓഫ് Z എന്ന് പറയുന്നത് 1.96 ആണ്. അത് സിഗ്നിഫിക്കൻറ്റ് വാല്യൂ ആണ് 1.96. ഇതിൽ നമുക്ക് കമ്പ്യൂട്ടഡ് ആയിട്ട് കിട്ടിയിരിക്കുന്ന നമുക്ക് വാല്യൂ ഓഫ് Z എന്ന് പറയുന്നത് നമുക്കിപ്പോൾ കിട്ടിയ ആൻസർ വരുന്നത് 1.6 ആണല്ലോ. വിച്ച് മീൻസ് വാല്യൂവിനേക്കാളും കുറവാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ എത്തുന്ന കൺക്ലൂഷൻ എന്ന് വെച്ചാൽ ദ നൾ ഹൈപ്പോത്തീസിസ് ക്യാൻ ബി അക്സെപ്റ്റഡ്. പിന്നെ ചോദിച്ചൊരു ചോദ്യം എന്ന് വെച്ചാൽ പഴയ ടയേഴ്സിനേക്കാളും ബെറ്റർ ആണോ പുതിയ ടയേഴ്സ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെത്തുന്ന കൺക്ലൂഷൻ ന്യൂ ടയേഴ്സ് ആർ നോട്ട് ബെറ്റർ ദാൻ ദ കറണ്ട് വൺ. നമുക്കിനി പേജ് നമ്പർ 189 2 പ്രോബ്ലംസും കൂടി വർക്കൗട്ട് ചെയ്ത് നോക്കാം. അതിൽ ഫസ്റ്റ് പ്രോബ്ലം എന്താണെന്ന് നോക്കാം. സാമ്പിൾസ് ഓഫ് 121 വുഡൻ റോഡ്സ് ആർ ഡ്രോൺ ഫ്രം ലാർജ് നമ്പർ ഓഫ് വുഡൻ റോഡ്സ്. ലാർജ് നമ്പർ ഓഫ് വുഡൻ റോഡ്സിൽ നിന്ന് എടുത്തതാണ് ഈ 121 സാമ്പിൾ വുഡൻ റോഡ്സ്. അത് നോർമലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൻ്റെ മെയിൻ പറയുന്നത് 6 feet ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 1.2 feet ആണ്. ഇഫ് ദ സാമ്പിൾ മീൻ ഈസ് 6.4 feet ക്യാൻ ബി ദ സാമ്പിൾ be regarded as truly random sample. സാമ്പിൾ മീൻ 6.4 feet ആണെങ്കിൽ ഈ സാമ്പിൾ ട്രൂലി റാൻഡം സാമ്പിൾ ആയിരിക്കും ഇല്ലയോ എന്നുള്ള കൺക്ലൂഷനിലാണ് നമ്മൾ എത്തേണ്ടത്. അപ്പോൾ നമുക്ക് പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നൾ ഹൈപ്പോത്തീസിസ് സെറ്റപ്പ് ചെയ്യുക. അപ്പോൾ നൾ ഹൈപ്പോത്തീസിസ് മീൻസ് ദർ ഇസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ പോപ്പുലേഷൻ മീൻ ആൻഡ് സാമ്പിൾ മീൻ. സാമ്പിൾ മീൻ നമുക്ക് 6 feet എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ H1 എങ്ങനെ വന്നെന്ന് ഡൗട്ടുള്ളവർ പേജ് നമ്പർ 186 നോക്കുക. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തീസിസ് ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യാം. Z ഈക്വൽ ടു സാമ്പിൾ മീൻ മൈനസ് മീൻ ഡിവൈഡഡ് ബൈ SC. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത് എന്താണ്? SC. അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്. എത്രയാണ്? 1.2. സാമ്പിൾ എത്രയാണ് തന്നിരിക്കുന്നത്? 121. അപ്പോൾ നമുക്ക് 1.2 ഡിവൈഡ് ബൈ റൂട്ട് 121 ചെയ്യുമ്പോൾ നമുക്ക് 0.109 കിട്ടും. ഇനി നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് Z ഈക്വൽ ടു നമുക്ക് ക്വസ്റ്റ്യനിൽ സാമ്പിൾ മീൻ എത്ര തന്നിരിക്കുന്നത്? 6.4 മൈനസ് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് മീൻ നമുക്ക് തന്നിരിക്കുന്നത് 6 ആണ്. 6 ഡിവൈഡഡ് ബൈ SC നമുക്ക് കിട്ടിയിരിക്കുന്നത് 0.109 ആണ്. അപ്പോൾ 0.109 ചെയ്യുമ്പോൾ നമുക്ക് 3.67 കിട്ടും. അപ്പോൾ നമ്മൾ എത്തുന്ന കൺക്ലൂഷൻ എന്താണ്?
ലെവൽ ഓഫ് സിഗ്നിഫിക്കൻറ്റ് 5% തന്നെയാണ്. അറ്റ് ദ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 0.05. ടേബിൾ വാല്യൂ നമുക്ക് ടേബിൾ വാല്യൂ സെഡ് നോർമലി എപ്പോഴും 1.96 ആയിരിക്കും. അപ്പോൾ അതിനേക്കാളും കുറവായിരിക്കണം ഈ സെഡ് വാല്യൂ എന്ന് പറയുന്നത്, എങ്കിൽ മാത്രമേ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ടേബിൾ വാല്യൂ 1.96 ആണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന സെഡ് വാല്യൂ എന്ന് പറയുന്നത് 3.69 ആണ്. അത് കൂടുതലല്ലേ? ശരിക്കും കുറവായാൽ മാത്രമേ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കൂടുതലായതുകൊണ്ട് അത് നമ്മൾ റിജക്റ്റ് ചെയ്തു. അതുകൊണ്ട് നമ്മൾ ഇതിൽ നിന്ന് എത്തുന്ന കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ, ടു ബി കൺക്ലൂഡ് ദ സാമ്പിൾ കനോട്ട് ബി റിഗാർഡഡ് ആസ് ട്രൂലി റാൻഡം സാമ്പിൾ. ഇത് ട്രൂലി റാൻഡം സാമ്പിളായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. നമുക്കിനി പേജ് നമ്പർ 189 ലാസ്റ്റായിട്ട് ഒരു പ്രോബ്ലം കൂടി വർക്കൗട്ട് ചെയ്ത് നോക്കാം. എ ടാൽക്കം മാനുഫാക്ചറിങ് കമ്പനി വാസ് ഡിസ്ട്രിബ്യൂട്ടിംഗ് എ പർട്ടിക്കുലർ ബ്രാൻഡ് ഓഫ് ടാൽക്കം പൗഡർ ത്രൂ എ ലാർജ് നമ്പർ ഓഫ് റീറ്റെയിൽ ഷോപ്സ് വഴി ഒരു ടാൽക്കം മാനുഫാക്ചറിങ് കമ്പനി അവരുടെ ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് ഓഫ് ടാൽക്കം പൗഡർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ബിഫോർ എ ഹെവി അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിൻ ദ മീൻ സെയിൽസ് പെർ വീക്ക് പെർ ഷോപ്സ് വെയർ 17 ഡസൻ. ഹെവി അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിന് മുമ്പ് അവരുടെ മീൻ ഓഫ് സെയിൽസ് പെർ വീക്ക് പെർ ഷോപ്പ് എന്ന് പറയുന്നത് 17 ഡസൻസ് ആയിരുന്നു. ആഫ്റ്റർ ക്യാമ്പയിൻസ് എ സാമ്പിൾ ഓഫ് 10 ഷോപ്പ് വാസ് ടേക്കൺ ആൻഡ് മീൻ സെയിൽസ് വെയർ ഫൗണ്ട് ടു ബി 74 ഡസൻ. ക്യാമ്പയിന് ശേഷം അവരൊരു 10 ഷോപ്പിൻ്റെ സാമ്പിൾസ് എടുത്തിട്ട് അതിൻ്റെ മീൻ ഓഫ് സെയിൽസ് എന്ന് പറയുന്നത് 74 ഡസൻസും അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 8 ആണ്. ക്യാൻ യു കൺസിഡർ ദ അഡ്വർടൈസ്മെൻറ്റ് എഫക്റ്റീവ്? ഇവിടെ നമ്മൾ എത്തേണ്ട കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ, ഈ അഡ്വർടൈസ്മെൻറ്റ് എഫക്റ്റീവ് ആയിരുന്നോ അല്ലയോ എന്നാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പം ഇതിൽ നൾ ഹൈപ്പോത്തീസിസ് ഫസ്റ്റ് സെറ്റപ്പ് ചെയ്യാം. നൾ ഹൈപ്പോത്തീസിസ് വിച്ച് മീൻസ് ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾ മീൻ ആൻഡ് പോപ്പുലേഷൻ മീൻ. അതുപോലെ നമുക്ക് മീൻ തന്നിട്ടുണ്ട്, 17 ഡസൻ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടുത്തെ സാമ്പിൾ സൈസ് ലെസ് ദാൻ 30 ആണ്. മുമ്പ് ചെയ്ത പ്രോബ്ലത്തിലൊക്കെ സാമ്പിൾ സൈസ് ലാർജ് ആയിരുന്നു, അതുകൊണ്ട് നമ്മൾ സെഡ് ടെസ്റ്റാണ് അപ്ലൈ ചെയ്തത്. ഇവിടെ ലെസ് ദാൻ 30 ആണ്, എന്ന് വെച്ചാൽ സ്മോൾ സാമ്പിൾ ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ടി ടെസ്റ്റാണ് അപ്ലൈ ചെയ്യുന്നത്. ഇക്വേഷൻസ് ഒക്കെ സെയിം തന്നെയാണ്. അപ്പോൾ ടി ഈക്വൽ ടു സാമ്പിൾ മീൻ മൈനസ് മീൻ ഡിവൈഡ് ബൈ എസ് സി. അപ്പോൾ എസ് സി ആണ് ഫസ്റ്റ് വേണ്ടത്. എസ് സി ആണ് ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡ് ബൈ, നമ്മൾ അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടെസ്റ്റ് പ്രൊസീജിയർ പറയുന്ന ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പോപ്പുലേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അഥവാ എസ് സി കാണുമ്പോഴും സാമ്പിൾ സൈസ് ലാർജ് ആണെങ്കിൽ എസ് മൈനസ് എസ് ഡിവൈഡ് ബൈ റൂട്ട് എന്നും, സാമ്പിൾ സൈസ് സ്മോൾ ആണെങ്കിൽ എസ് ഡിവൈഡ് ബൈ റൂട്ട് എൻ മൈനസ് 1 ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ സാമ്പിൾ സൈസ് സ്മോൾ ആയതുകൊണ്ട് എസ് ഡിവൈഡ് ബൈ റൂട്ട് എൻ മൈനസ് 1 ആണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 8 എന്ന് തന്നിട്ടുണ്ട്. 8 ഡിവൈഡഡ് ബൈ റൂട്ട് 10 മൈനസ് 1. അപ്പോൾ നമുക്ക് 2.67 കിട്ടും. അതിനുശേഷം നമുക്ക് ഫോർമുലയ്ക്ക് വരാം. ടി ഈക്വൽ ടു സാമ്പിൾ മീൻ നമുക്ക് 74 ഡസൻ തന്നിട്ടുണ്ട്. 74 മൈനസ് മീൻ 17 ഡിവൈഡഡ് ബൈ നമുക്ക് എസ് സി എത്ര 2.67 കിട്ടിയിട്ടുണ്ട്. 2.67 ഈക്വൽ ചെയ്യുമ്പോൾ നമുക്ക് 1.498 കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എത്തുന്ന കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ടെസ്റ്റ് പ്രൊസീജിയർ പറഞ്ഞ ടൈമിൽ ഫോർത്ത് പ്രൊസീജിയർ നമ്മൾ പറഞ്ഞത് ഡിസൈഡ് ദ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻ ആൻഡ് ദ ഡിഗ്രി ഓഫ് ഫ്രീഡം. ഇവിടെ ഡിഗ്രി ഓഫ് ഫ്രീഡം 9 ആണ്. 9 എങ്ങനെ കിട്ടി 10-1 ഡിഗ്രി. അപ്പോൾ നമ്മൾ എത്തുന്ന കൺക്ലൂഷൻ 9 ഡിഗ്രി ഓഫ് ഫ്രീഡം അറ്റ് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻ. ടേബിൾ വാല്യൂ എന്ന് പറയുന്നത് സെഡിൻ്റെ ടേബിൾ വാല്യൂ എന്ന് പറയുന്നത് 1.96 ആണ്. അതുപോലെ ഇവിടെ ടിയുടെ ടേബിൾ വാല്യൂ എന്ന് പറയുന്നത് 2.26 ആണ്. അപ്പോൾ 2.26 ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ടി വാല്യൂ എത്രയാണ് 1.498. 2.26നേക്കാളും കുറവാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇറ്റ് ക്യാൻ ബി അക്സെപ്റ്റബിൾ. അപ്പോൾ നമ്മളെത്തുന്ന കൺക്ലൂഷൻ ദ ഇൻക്രീസിങ് സെയിൽസ് ക്യാൻ ബി ആട്രിബ്യൂട്ടഡ് ടു ഫ്ലക്ച്വേഷൻ ഓഫ് സാമ്പിളിങ്, വിച്ച് മീൻസ് നമ്മളെത്തുന്ന കൺക്ലൂഷൻ എന്ന് വെച്ചാൽ അഡ്വർടൈസ്മെൻറ്റ് എഫക്റ്റീവ് ആണോ അല്ലയോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമ്മളെത്തുന്ന കൺക്ലൂഷൻ അഡ്വർടൈസ്മെൻറ്റ് ഈസ് നോട്ട് എഫക്റ്റീവ് ഇൻ ഇൻക്രീസിങ് സെയിൽസ്. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.